അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ നമുക്ക് സുഖം തന്നെ. ഇവിടെ ഭയങ്കരപ്പെട്ട മഴ. മഴയെന്നെല്ലാം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എല്ലായിടത്തും ഉണ്ടാവും മഴ. ഇപ്പോൾ സ്കൂളെല്ലാം അവധി എന്ന് പറയുന്നുണ്ട്, മദ്രസ അവധി എന്ന് പറയുന്നുണ്ട്, ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ ലേശം ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിന്. അത് പൊരിച്ചിട്ട് ബിരിയാണി വെക്കാനാർന്നിട്ട് ചെമ്മീൻ ഫസ്റ്റ് ഞാൻ പൊരിച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇത് പൊരിഞ്ഞിട്ടെടുത്താൽ നമുക്ക് ചോറിൻ്റെ വരെ എടുക്കാണ്. ഇത് പൊരിയിട്ട് അങ്ങനെ ചെമ്മീൻ നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇടാം. നന്നായി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് പൊരിഞ്ഞിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മളെ ചെമ്മീൻ പൊരിച്ചത് ഇവിടെ റെഡിയായി. പിന്നെ നമുക്ക് ഉള്ളി വാട്ടാം. അങ്ങനെ ഞാൻ എണ്ണ ഒഴിക്കുന്ന ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. ഒരു നീരുള്ളി മുറിച്ച നന്നായി ഇടാം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയാണ്, ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി ചതക്കിയത്, 3 പച്ചമുളക്, കറിവേപ്പ് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടുണ്ട്. നന്നായി നമുക്കിത് ഇളക്കാം. ഉള്ളി വാട്ടുന്നതിലേക്ക് ഞാനിതാ ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. നന്നായി നല്ല ഇതിൽ വാടും തന്നെ വേഗം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. വാടക നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയ സ്പൂണ്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 3 കൂടി ഒന്നിച്ച് ഞാനിടുന്നത്. അത്രയേ ഉള്ളൂ. പച്ചമുളക് ഇട്ടില്ല, അപ്പോൾ എരിവ് കുറച്ച് കൂടുതലുണ്ടാവും. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. ഇത് വെറൈറ്റി ബിരിയാണിയാണ്, നോക്കിക്കോ. ഇനി നമ്മളെ മസാല ഇത് റെഡിയായി. ഇനി നമുക്ക് ചോറ് വെക്കുന്ന മസാല റെഡിയായതിൽ ഇതാ പൊരിച്ച ചെമ്മീൻ ഞാൻ ഇടുന്നുണ്ട്. നന്നായി നമുക്കിത് ഇളക്കാം. അങ്ങനെ മസാല റെഡിയായി. അങ്ങനെ നമ്മളെ ചെമ്മീൻ കുക്കർ ബിരിയാണിയാണ്. ഞാൻ ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെമ്മീൻ പൊരിച്ചിട്ട് മസാല ആക്കി വെച്ചിട്ടില്ലേ, ആ മസാല ഞാനിടാം. ഇതിലേക്ക് ഇടുന്നുണ്ട്. നല്ല കുക്കർ, നല്ല എണ്ണയെല്ലാം കുറവിൻ്റെ ബിരിയാണിയാണ്. എണ്ണയൊന്നും അങ്ങനെ അധികം വേണ്ട. അതിലേക്ക് ഞാൻ 1/2 കിലോ തൈമൈ, ഇത് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഞാൻ കൂട്ടുന്നുണ്ട്. അങ്ങനെ നന്നായി നമുക്കിത് ഇളക്കണം. ഉപ്പുണ്ടോ നോക്കണം. നമ്മൾ മസാല ആക്കുന്നതിന് ഉപ്പിട്ടില്ലല്ല, നോക്കി വെക്കാം. കുറച്ച് കുറവുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പിടുന്നുണ്ട്. കുറച്ച് ഉപ്പിടുന്നുണ്ട്. നന്നായി നമുക്ക് കലക്കി നോക്കി വെക്കാം. പാകത്തിന് ഉപ്പുണ്ട്.
നമുക്കിത് അടക്കി വെച്ചിട്ട് 2 വിസിൽ അത്രയേ വേണ്ടു. നമ്മുടെ ചോറ് അപ്പോഴേക്ക് റെഡിയാവും. നല്ല ചെമ്മീൻ കുക്കർ ബിരിയാണി. നമ്മുടെ കുക്കർ ബിരിയാണിയുടെ റെഡിയായി. നമുക്ക് നോക്കി നോക്കാം. നല്ല അടിപൊളി ചോറ് നല്ല കുക്കർ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കുന്നത് കാണാം. എങ്ങനെയുണ്ട്? സൂപ്പറല്ല? വേവിച്ചോക്കട്ടെ കേട്ടോ. എങ്ങനെ നമ്മളെ ചെമ്മീൻ കുക്കർ ബിരിയാണി. അങ്ങനെ നമ്മളെ ചെമ്മീൻ കുക്കർ ബിരിയാണിയുടെ റെഡിയായി. ഞങ്ങൾ രണ്ടാളും വേവിക്കാമെന്ന് നമ്മളെ തത്തക്കുഞ്ഞി മോളുണ്ട് ചോദിക്കുന്നത്. നോക്കിക്കോ, വേവിച്ചിട്ട് വേറെ പറ, യൂട്യൂബിൽ പറ. ഇപ്പൊ വേവിച്ച് പിടിച്ചു അങ്ങനെയുണ്ട്. അതാ സൂപ്പർ പറ. നല്ല രസമുണ്ട്. എല്ലാവരും ഇങ്ങനെ വെക്കണം. എണ്ണയുമില്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. പിന്നെ ഷെയർ ആക്കണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരെ. അസ്സലാമു അലൈക്കും.